അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തകൂനു ഇമ്മഅതൻ തഖൂലൂൻ ഇൻ അഹ്സനന്നാസു അഹ്സന്ന വഇൻ ലലമു ലലംന വലാകിൻ വത്തിനു അൻഫുസകും ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു വഇൻ അസാഉ ഫലാ തള്ളിമു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇമ്മഅത്ത് ആകരുത്, സ്വന്തമായി അഭിപ്രായമില്ലാതെ എല്ലാവരുടെയും കൂടെ കൂടുന്ന ആളുകളായി മാറരുത്. ജനങ്ങൾ നന്നായി പ്രവർത്തിച്ചാൽ നന്നായി പ്രവർത്തിക്കുക, ജനങ്ങൾ അക്രമം ചെയ്താൽ അക്രമം ചെയ്യുക എന്ന് പറയുന്ന ആളുകളാവരുത്. മറിച്ച് ജനങ്ങൾ നന്മ ചെയ്താൽ നന്മ ചെയ്യാനും അവർ തിന്മ ചെയ്താൽ അക്രമം പ്രവർത്തിക്കാതിരിക്കാനും നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തിത്വം നിശ്ചയിക്കേണ്ടത് അവനവൻ തന്നെയാണ്. മറ്റുള്ളവർക്ക് സ്വന്തം വ്യക്തിത്വത്തെ പണയപ്പെടുത്തരുത്. ആ വ്യക്തിത്വം നിശ്ചയിക്കുന്നിടത്തുള്ള അളവുകോൽ നന്മയോടും തിന്മയോടുമുള്ള സമീപനമാകണം എന്ന് പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇത്. ഇമ്മഅത്താകരുത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുന്നത്. സ്വന്തമായി ഒരു നിലപാടുമില്ലാതെ എല്ലാ വശത്തേക്കും കാറ്റിനനുസരിച്ച് പാറിപ്പറക്കുന്ന കരിയിലകളെ പോലെ ഒരിക്കലും സത്യവിശ്വാസി ആകാൻ പാടില്ല. എന്താണോ അപ്പോഴത്തെ സാഹചര്യം, ആ സാഹചര്യത്തിൻ്റെ കൂടെ നിൽക്കുക. അത് ശരിയാണോ, നന്മയാണോ, തെറ്റാണോ, തിന്മയാണോ എന്നൊന്നും നോക്കാതിരിക്കുക. ആ രൂപത്തിലുള്ള സ്വഭാവം വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാനേ പാടില്ല. ജനങ്ങൾ നന്മ ചെയ്യുന്നവരാണെങ്കിൽ നന്മയുടെ കൂടെ, തിന്മ ചെയ്യുന്നവരാണെങ്കിൽ തിന്മയുടെ കൂടെ. ഇതൊരു വിശ്വാസിയുടെ നിലപാടല്ല. ജനങ്ങൾ എങ്ങനെയായാലും സ്വന്തം പെരുമാറ്റവും സ്വന്തം ജീവിതവുമൊക്കെ നന്മയിൽ ചാലിക്കാൻ കഴിയണം. ജനങ്ങൾ തിന്മയിലൂടെ മുന്നോട്ട് പോയാലും തിന്മയിൽ ആണ്ട് പൂണ്ടാലും ഞാൻ അക്കൂട്ടത്തിലില്ല എന്ന് തീരുമാനിക്കാൻ വിശ്വാസിയുടെ ധാർമ്മിക മൂല്യം അവനെ പ്രേരിപ്പിക്കണം. മറ്റൊരാൾ നന്മ ചെയ്താൽ ആ നന്മയെ പ്രോത്സാഹിപ്പിക്കേണ്ടതും കൂടെ കൂടേണ്ടതും വിശ്വാസി എന്ന നിലക്ക് ബാധ്യതയാണ്. പക്ഷേ ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മയുടെ കൂടെ കൂടുകയല്ല വേണ്ടത്. മറ്റൊരാൾ ചെയ്തു എന്നത് നമുക്ക് ചെയ്യാനുള്ള ന്യായമല്ല, ന്യായീകരണമല്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. ഏറ്റവും നല്ല രൂപത്തിലാണ് തിരിച്ചുള്ള പ്രതികരണമെങ്കിൽ ഏത് വലിയ ശത്രുവെയും മിത്രമാക്കാൻ കഴിയുമെന്നതും ഖുർആൻ്റെ അധ്യാപനമാണ്. മനസ്സിനെ നിലപാടിൽ ഉറപ്പിച്ച് നിർത്താൻ വത്തിനു അംഫുസക്കും വളരെ കൃത്യമായി ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. പുറത്തുനിന്ന് എന്തു തന്നെ പ്രീണനങ്ങളും പീഡനങ്ങളും വന്നാലും പ്രകോപനങ്ങൾ ഉണ്ടായാലും നീതിയുടെയും ശരിയുടെയും സത്യത്തിൻ്റെയും വഴിയിൽ നിന്നും മാറാതെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുക എന്നത് വിശ്വാസികൾക്കുണ്ടാകേണ്ട വളരെ വലിയ ഒരു ഗുണമാണ്. ജനങ്ങൾ ഇങ്ങോട്ട് അക്രമം പ്രവർത്തിച്ചാൽ തിരിച്ചക്രമിക്കാതിരിക്കുക എന്നതും വിശ്വാസിയിലുണ്ടാകേണ്ട വലിയൊരു ഗുണമാണ്. ശത്രുവിനോട് പോലും അക്രമം കാണിക്കരുത്, അനീതി കാണിക്കരുത് എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ മദ്യപാനികൾ വർദ്ധിച്ചാൽ, അഴിമതിക്കാർ വർദ്ധിച്ചാൽ സമൂഹം ഇങ്ങനെയല്ലേ, ഞാനും അക്കൂട്ടത്തിൽ ഒരാളല്ലേ എന്ന് ചിന്തിക്കാതെ എത്രമാത്രം തിന്മയിൽ സമൂഹം മുന്നോട്ട് പോയാലും ഞാൻ അതിലില്ല എന്ന് തീരുമാനിക്കണം. ഏറ്റവും മോശമായി ഒരാൾ സംസാരിക്കാൻ വന്നാൽ അയാൾ ഉപയോഗിക്കുന്ന എത്ര മോശമായ വാക്കും തിരിച്ച് മോശമായ വാക്ക് അങ്ങോട്ട് പറയാനുള്ള കാരണമാകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും സ്വന്തത്തെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഇഹലോകത്ത് സൽപ്പേരായി, പരലോകത്ത് അവരുടെ ആത്മാർത്ഥതയുടെയും സൽസ്വഭാവത്തിൻ്റെയും പ്രതിഫലം സ്വർഗമായി ഒക്കെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ആത്മനിയന്ത്രണവും സൽസ്വഭാവവും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.